നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്നം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപരാധേശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമസ്കാരം. ദക്ഷൻ്റെ കഥയിലൂടെയാണ് പോണത്. ശബളാശ്വന്മാരെയും ഹരിയശ്വന്മാരെയും നാരദ മഹർഷി ചോദ്യങ്ങൾ ചോദിച്ച് ഇതാ മുക്തിപഥത്തിലേക്ക് എത്തിച്ചു. ദേഷ്യം വന്ന് നാരദനെ ശപിച്ചു. എന്നുവെച്ചാൽ അർഭകന്മാരോട് ഇത്തരത്തിലിങ്ങനെ സന്യാസി മോക്ഷപഥം പറയുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ശപിച്ചത്. അർഭകന്മാരെ വെച്ചാൽ കുട്ടികൾ എന്നർത്ഥം. ചെറിയ കുട്ടികളായിട്ടുള്ള ആൾക്കാരെ ഇത്തരത്തിലിങ്ങനെ സന്യാസിമാർക്കും പറഞ്ഞ് അവരെ പരീക്ഷിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ശാപം. തനിയൊരു ഗൃഹസ്ഥൻ്റെ കർമ്മഠത്വത്തിലേക്കാണ് ദക്ഷൻ്റെ സ്വഭാവം ഉണ്ടാകുന്നത്. തൻ്റെ കുടുംബം വലുതാവുക എന്നുള്ള ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിന് മോക്ഷം നേടണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള അഭിപ്രായക്കാരനാണ്. കുട്ടിക്കാലത്ത് തന്നെ എങ്ങനെയൊന്നും പോണ്ട എന്നുള്ള അഭിപ്രായം. സർഗവിവൃദ്ധി കാമ എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ ആ കഥയ്ക്ക് ശേഷം പിന്നീട് ദക്ഷൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായി എന്നുള്ളതാണ് അടുത്ത ശ്ലോകം പറയണത്. ഷഷ്ട്യാ തതോ ദുഹിതൃഭിസൃജതഃ കുലൗഘാൻ ദൗഹിത്രസൂനുരഥ തസ്യ സവിശ്വരൂപ ത്വൽസ്തോത്രവർമ്മിതം അയാ അജാപയതിന്ദ്രമാദൗ ദേവത്വദീയ മഹിമാ ഖലു സർവജയിത്ര. ദക്ഷൻ്റെ കർമ്മഠത്വം ആണ് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചത്. അതായത് ദക്ഷൻ്റെ വിചാരം. അപ്പം നമുക്ക് ഈ വെറുതെ കിട്ടിയതല്ല ഈ വിചാരം എന്നർത്ഥം. ഏത് വിചാരം? ഇപ്പൊക്കെ പഠിച്ച് വലിയ ആളാവുക, അതിനുശേഷം രാമായണം വായിക്കുക, എന്നിട്ട് മോക്ഷത്തിലേക്ക് എത്തുക എന്ന് നമ്മുടെ ഈ കുട്ടികളോട് പറയുന്ന വലുതാവൽ അത് ദക്ഷൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ചിന്ത. ദക്ഷൻ്റെ ആൾക്കാരാണ് നമ്മളെല്ലാവരും. ദക്ഷൻ്റെ 60 പെൺകുട്ടികളിൽ ഉള്ള കുലങ്ങളിൽപ്പെട്ടതാണ് നമ്മളെല്ലാവരും എന്നാണ് ഇപ്പോൾ വായിച്ച ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ ഈ മുത്തശ്ശൻ്റെ സ്വഭാവം അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ സ്വഭാവം പേരക്കുട്ടികൾക്ക് ഉണ്ടാവുന്നത് പോലെ നമുക്ക് ഈ കഴിവുള്ള സ്വഭാവം, അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി അടുത്തത് എന്നുള്ള സ്വഭാവം ദക്ഷനിൽ നിന്ന് തന്നെ കിട്ടിയതാണെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഭട്ടതിരിപ്പാട് അപരോഹി ദക്ഷ എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അതിനെ ഉറപ്പിച്ചത്. ഇത് വാസ്തവത്തിൽ മറ്റേ ദക്ഷൻ്റെ ഒരു പിൻഗാമിയാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവതാരമാണെന്ന്, അല്ലെങ്കിൽ അടുത്ത ജന്മമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം ഇദ്ദേഹം കർമ്മഠനാണ്. മറ്റേ ദക്ഷൻ്റെ സ്വഭാവം അഹങ്കാരം കൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ള ആളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കർമ്മഠത്വമാണ് ഇദ്ദേഹത്തിലുള്ളത്. ഏതായാലും കർമ്മഠൻ ആയിട്ടുള്ള അദ്ദേഹത്തിനും ഒറ്റ മോഹമുള്ളൂ, സന്താനങ്ങളുണ്ടാവണം, പരമ്പര നിലനിൽക്കണം, സന്താനങ്ങൾക്ക് മോക്ഷം വേണം. അത് വേണ്ടാന്നുള്ള അഭിപ്രായമൊന്നും അദ്ദേഹത്തിനില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആൾക്കാരാവണം, പഠിച്ച് വലിയ ആൾക്കാരാവണം. ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും വേണം. അങ്ങനെയും കൂടിയുണ്ട് നമ്മൾ ഈ പഠിച്ച്. ഏതായാലും ദക്ഷൻ്റെ 60 പുത്രിമാർ ഉണ്ടെന്നാണ് ദക്ഷൻ. അതിൽ 27 പേരെ സോമൻ വിവാഹം ചെയ്തു. നമുക്കറിയാം ദക്ഷൻ്റെ 27 മക്കളുടെ പേര്: അശ്വതി, ഭരണി, കാർത്തിക. സംസ്കൃതത്തിൽ വേറെ പേരുകൾ പറയും. കൃത്തികാദീനി നക്ഷത്രാണി ഇന്ദ്രോഹ പത്ന്യസ്തു ഭാരത എന്നവിടെ പറയുന്നുണ്ട്. കൃത്തിക എന്ന് വെച്ചാൽ കാർത്തിക തുടങ്ങിയ 27 പുത്രിമാർ ചന്ദ്രൻ്റെ പത്നിമാരായിട്ട് മാറി.
പിന്നെ 13 പേരെ കശ്യപ പ്രജാപതി, ബ്രഹ്മാവിൻ്റെ പുത്രൻ മരീചി പുത്രനായിട്ടുള്ള കശ്യപൻ ബ്രഹ്മാവിൻ്റെ തന്നെ പൗത്രിമാരെ വിവാഹം ചെയ്തു. ബ്രഹ്മാവിൻ്റെ തന്നെ വംശത്തിൽപ്പെട്ട 13 പേരെ വിവാഹം ചെയ്തു. പ്രധാനമായിട്ടും ശ്രീശുഖൻ അവിടെ പറയുന്നത് ഈ 13 പേരിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജീവജാലങ്ങൾ മുഴുവൻ എന്നാണ് അവിടെ പറയുന്നത്. അദിതി, ദിതി, ധനു, കാഷ്ഠ, അരിഷ്ട, സുരസ, ഇള, മുനി, ക്രോധവശ, താമ്ര, സുരഭി, സരമ, തിമി. 13 കുട്ടികൾ. ഇത് കശ്യപൻ്റെ പത്നിമാരുടെ പേരാണ്. അപ്പോൾ ഈ 13 പത്നിമാരിൽ നിന്നാണ് പ്രധാനമായും വംശപരമ്പരകൾ, ജീവജാലങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുന്നത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ കദ്രുവിൻ്റെയൊക്കെ പുത്രന്മാരിൽപ്പെട്ട ആൾക്കാരാണല്ലോ 2 പേര്. ഒരാൾ സൂര്യൻ്റെ തേരാളിയായി, മറ്റൊരാൾ ഭഗവാന്റെ തേരാളിയായി. അതിനെക്കുറിച്ച് മനോഹരമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അത് സൂര്യൻ്റെ തേരാളി അരുണൻ, ഭഗവാന്റെ തേരാളി ഈ ഗരുഡൻ. കാദ്രവേയൻ എന്ന് പേരുണ്ട് ഗരുഡന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ 13 പേരിൽ നിന്ന്. അത് വിസ്തരിച്ച് പിന്നീട് പറയും. പല ഘട്ടങ്ങളിലായിട്ട് ഈ ഭാഗവതത്തിൽ മുഴുവനായിട്ട് ഈ 13 പത്നിമാരുടെ വംശത്തെക്കുറിച്ച് വിസ്തരിച്ച് അല്ലെങ്കിൽ ചുരുക്കി പറയുന്നുണ്ട്. പിന്നെ 13 പേരെ യമധർമ്മൻ, ധർമ്മദേവൻ, അങ്ങനെ അവിടെ വംശത്തെ വിസ്തരിച്ച് പറയുന്നുണ്ടല്ലോ. യമധർമ്മനെ 13 പേര്, 27, 13 അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഒരാളായിട്ട് വിവാഹം ചെയ്തു അങ്ങനെയില്ല ദക്ഷൻ്റെ പുത്രിമാരിൽ. കാരണം 60 കുട്ടികളുണ്ടായപ്പോൾ, പെൺകുട്ടികളുണ്ടായപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു. ഇനി നാരദൻ വരില്ലല്ലോ, നാരദൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവായില്ലോ എന്നുള്ളത് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു ശല്യമുണ്ട് അച്ഛനമ്മമാർക്ക്. വിവാഹം കഴിച്ചു കൊടുക്കുക എന്നൊരു ശല്യം. അങ്ങനെ ശല്യം ഒഴിവാക്കുകയാണല്ലോ നമ്മൾ പണ്ട് കാലത്ത് പതിവ്. അല്ലെങ്കിൽ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് പ്രായോഗികമായിട്ട് പതിവ്. പെൺകുട്ടികളുടെ ഇഷ്ടം ചോദിക്കില്ല. എന്നിട്ട് ഇതേ കല്യാണം കഴിച്ച മകൾ തന്നെ വന്നിട്ട് കൊടിയെടുത്തുകൊണ്ട് പെൺകുട്ടികളുടെ അവകാശവാദത്തിന് ഇറങ്ങും. അവളുടെ മകളെ അവൾ നിലയ്ക്ക് നിർത്തുകയും ചെയ്യും. ഞാൻ പറയണ ആളില്ലാണ്ട് കല്യാണം കഴിച്ചാൽ എന്ന് പറയുകയും ചെയ്യും. ഇത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൽപ്പെട്ടതാണല്ലോ. ഇതൊക്കെ ദക്ഷിണയിൽ നിന്നും തുടങ്ങി തന്നെയാണ്. നമ്മളൊക്കെ ദാക്ഷായണന്മാരാണ് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ദാക്ഷായണിമാരാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സമരം ചെയ്യും. നമ്മളുടെ മക്കളെ നമ്മൾ വരച്ച വരയിൽ നിർത്തി, എൻ്റെ മകളാണെങ്കിൽ നീ പറയണതനുസരിക്കണം എന്നുള്ള ഡയലോഗ്, നീ ഞാൻ പറയണതനുസരിക്കണം എന്നുള്ള ഡയലോഗ് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. ഈ സമ്പ്രദായം മുഴുവൻ ഉണ്ടായത് ദക്ഷൻ്റെ സ്വഭാവത്തു നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ദക്ഷിണ ആലോചിച്ചപ്പോൾ ഒരു പിടിയും കിട്ടിയില്ല. സംഗതി ഇപ്പോൾ 60 പെൺകുട്ടികൾ ഇങ്ങനെ മുറ്റത്ത് കിടന്ന് ഓടിച്ചാടി നടക്കുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ്. ഏത് കുടുംബത്തായാലും സ്ത്രീത്വത്തിൻ്റെ അവതാരമായിട്ടാണ് സ്ത്രീത്വത്തെ കണക്കാക്കുക പണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭംഗിയുള്ള വിഷയം തന്നെയാണ്. ഈ ഭംഗി കുറച്ചേ വലിയാതെയായി. കാരണം വിവാഹം ചെയ്തു കൊടുക്കുക എന്നൊരു വിഷയമുണ്ട് പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് പെൺകുട്ടികൾക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇത് എന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാണോ എന്ന് സംശയം തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് അത് മാറി, ചിന്ത മാറി. പെൺകുട്ടിയാവുമ്പോൾ 5-ാം വയസ്സിൽ തന്നെ ആലോചന ആരംഭിക്കും. വിവാഹാലോചന കട്ടിച്ച് ആരംഭിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി ആലോചനകൾ, അവൾക്ക് എത്ര പവൻ കൊടുക്കണം, എവിടേക്ക് കെട്ടിച്ചു വിടണം, ഏത് ഭാഗത്തേക്ക് കെട്ടിച്ചു വിടണം, എങ്ങനെയുള്ളവരെ കെട്ടിക്കരുത്. പ്രത്യേകിച്ച് മിക്കവാറും നമ്മൾ ആരെ കെട്ടിക്കരുത് എന്ന് വിചാരിച്ചുവോ അവളെ തന്നെ ഇവിടെ അങ്ങോട്ട് കയറി കെട്ടും. ഇതൊക്കെ വിധിയാണ് എന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇവരൊരു വ്യക്തിത്വമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഏറ്റവും വലിയ കൺസ്ട്രക്റ്റീവ് സൊസൈറ്റി ആണെന്നാണ് വിചാരം നമ്മളെല്ലാവരുടെയും. പെൺകുട്ടികളെ കാണുന്ന ആ രീതിക്ക് ഇനിയും വ്യത്യാസം വരാണ്ട് എന്ന് വെച്ചാൽ അഴിച്ചുവിടണമെന്നല്ല കേട്ടോ. അല്ലെങ്കിൽ സ്ത്രീത്വം എന്നുള്ളതിന് തീർച്ചയായിട്ടും ലിമിറ്റേഷൻ ഉണ്ടാവുകയാണ്. ഭംഗി ഒരു എന്താ പറയുക, അൺറിട്ടൺ എന്താ പറയുക, ഒരു നിയമം ഉണ്ടാവുക നല്ലത്. ഒരു എഴുതപ്പെടാത്ത നിയമം, അലിഖിത നിയമം ഉണ്ടാവുകയാണ് നല്ലത്. ഒരു അൺഡ്രോൺ ബൗണ്ടറി എപ്പോഴും ഉണ്ടാവണം സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്.
പക്ഷെ ഇത് നിയന്ത്രിക്കാൻ മറ്റുള്ളവർ തുടങ്ങുന്നത് ശരിയല്ല എന്നുള്ളിടത്തേക്കാണ് അവിടെ പ്രശ്നം വരുന്നത്. കുട്ടിക്കാലത്ത് അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ സ്ത്രീത്വത്തിൻ്റെ ഗ്രേസ്, മഹത്വം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ആ നിയമത്തിനുള്ളിൽ തന്നെ ജീവിക്കുന്ന കൂട്ടരായിട്ട് മാറും. മറ്റേത് ഇപ്പോൾ ആണോ പെണ്ണോ ഒന്നും നിശ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. ഒരു പുരുഷൻ എങ്ങാനും നോക്കുമ്പോഴേക്കും എന്തോ നോക്കണത്, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ആരും നോക്കണില്ല എന്നുള്ള കോംപ്ലക്സിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. അപ്പോൾ ഒരാൾ നോക്കുമ്പോൾ അയാളോട് ഷൗട്ട് ചെയ്യും, കാരണം തനിക്ക് അയാളെ ഇഷ്ടമല്ല, അയാളുടെ ഇഷ്ടം കൊണ്ട് നോക്കിയതാണ്. പക്ഷേ എനിക്ക് അയാളെ ഇഷ്ടമാവാൻ പറ്റില്ല. അവന് സൗന്ദര്യം പോരാ, കാശ് പോരാ, സ്റ്റാറ്റസ് പോരാ. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക തീരുമാനങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവമാണ്. കൺവെൻഷണൽ അല്ല എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും കൺവെൻഷണലായിട്ടുള്ള രീതിയിൽ സ്ത്രീത്വത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നുകിൽ അമ്മമാരും അച്ഛന്മാരും കൂടി അങ്ങോട്ട് അൺലീഷ് ചെയ്യും, അവരെ ലിബറലായിട്ട് വളർത്തിയിട്ട് അവസാനം എങ്ങോട്ടാണ് പോണതെന്ന് ചെല്ലേണ്ടി വരും. എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതല്ല. നിങ്ങൾ ഒരു പരിധിവരെ ഒരു ജീവാത്മാവിന് കൊടുത്ത ശരീരം കൊടുത്ത ആൾക്കാരാണല്ലോ അച്ഛനും അമ്മയും. അപ്പോൾ ആ ജീവാത്മാവിന് മുക്തി പഥത്തിലേക്ക് എത്താനുള്ള ചാൻസ് കൊടുത്ത ആൾക്കാരാണ് നമ്മൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവിൻ്റെ മുക്തിക്കുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഒരു പരിധി വരെ, ഏതാ പരിധി? ഞാൻ നേരത്തെ പറഞ്ഞാൽ മനസ്സിലാവുന്നത് വരെ അവരെ ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ചുമതല അച്ഛനമ്മമാർക്കുണ്ട്. അത് ഈ 2021 അങ്ങനെ ജീവിക്കുന്ന കുട്ടികളുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശതമാനം എത്ര കുറവാന്ന് നോക്കി നോക്കൂ. അത് നമ്മൾ വല്ലാണ്ട് ഇങ്ങോട്ട് ലിബറലായിട്ട് പറഞ്ഞാടാ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനൊക്കെ ചില കണക്കും വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഹിപ്പോക്രസി കാരണമാണ് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഈ മാറി ചിന്തിക്കുന്നത് പല ഘട്ടത്തിലും. നേരെ മറിച്ച് അവർക്ക് അങ്ങനൊരു എന്താ പറയുക, ഹിഡനായിട്ട് അവർക്ക് ഒരു വട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പെർമിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന ദിക്കിൽ നിന്ന് ഇന്ന ദിക്കിലേക്ക് പോകരുത് എന്ന പെർമിഷനും കൂടി നമ്മൾ കൊടുക്കണം, പോകാതിരിക്കാനുള്ള പെർമിഷൻ. അപ്പോൾ തനിയെ അവർക്കൊരു നീതിബോധം ഉള്ളിലുണ്ടാവും. നീതിബോധമാണ് വേണ്ടത് ആദ്യമായിട്ട്. സെൽഫ് ജസ്റ്റിസ്. താനിങ്ങനെ വാരി വലിച്ച് ജീവിക്കുന്നത് നല്ലതല്ല എന്ന ബോധ്യം, നീതിബോധം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ ദക്ഷിണ 60 കുട്ടികളുണ്ടായപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് നടത്തിയത്. ഇല്ലെങ്കിൽ 60 കുട്ടികളെ അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? കിട്ടുമോ? കയ്യിൽ കിട്ടുമോ? 2 കുട്ടികളുണ്ടായിട്ട് ഇവിടെ കിട്ടുന്നില്ല. ആരെങ്കിലും ഇഷ്ടപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ച് ജീവിക്കുക ചെയ്യണത്. നമ്മൾ പറയുമ്പോൾ പറയും സുഖമായിട്ട് ജീവിക്കുന്നു എന്ന്. അപ്പോൾ ഈ സുഖമായിട്ടുള്ള ജീവിതം എന്നുള്ളതിന് മാത്രമാണോ ഉദ്ദേശം? അവിടെയാണോ അതിൻ്റെ ഈ സുഖമാണോ ആവശ്യം, ശ്രേയസ്സാണോ ആവശ്യം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺകുട്ടികളുടെ സ്വഭാവത്തിൽ വേണ്ടത് ശ്രേയസ്സാണ്. സുഖത്തിനേക്കാൾ കൂടുതൽ അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഒരാളെയായിട്ട് സ്നേഹിച്ചു 30-40 കൊല്ലക്കാലം സുഖമായിട്ട് ജീവിക്കുന്നു. നല്ല കാര്യം തന്നെ. അത് അവരുടെ സുഖം അതാണെന്ന് അവർ വിശ്വസിക്കുന്നുവെങ്കിൽ നല്ല കാര്യം. ശ്രേയസ് എന്നൊരു സാധനമുണ്ട്. പ്രേയസ് എന്നുള്ളത്, ശ്രേയസ് എന്നുള്ളതൊക്കെ ഞാൻ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ശ്രേയസ്കരമായിട്ടുള്ള ഒരു ജീവിതം. ശ്രേയസ്കരമായിട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ലക്ഷ്യം മനസ്സിലാക്കി തൻ്റെ വ്യക്തിത്വത്തിനെ ഉയർത്താൻ തക്കവണ്ണമുള്ള ഒരു ജീവിതം. വാസ്തവത്തിൽ അത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സെൽഫ് പ്രോഗ്രാമിംഗ് അതിനാവശ്യമാണ്. സ്ത്രീകൾ ഉപദ്രവിക്കുന്നു, പുരുഷന്മാർ ഉപദ്രവിക്കുന്നു എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി തനിയെ ഒരു അവബോധം സൃഷ്ടിക്കാൻ സ്ത്രീകൾ തയ്യാറാവണം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. അല്ലാതെ ഞാൻ പറയുന്നില്ല ആധ്യാത്മിക മേഖലയിൽ. പക്ഷേ വേണ്ട വിധത്തിൽ ഉപകരിക്കുന്നില്ല. ഒരാൾ കേൾക്കുമ്പോൾ ഞാനത് കേൾക്കുന്നു, എനിക്ക് കൂടുതൽ മനസ്സിലായി എന്ന് പറയാനാണ് ഒരു സ്വാഭാവിക സ്ത്രീത്വം ശ്രമിക്കുന്നത്. ഒരമ്മ പറയുന്നു, എനിക്കത് കൂടുതൽ മനസ്സിലായി, നിനക്ക് ആ പോയിന്റ് മനസ്സിലായില്ലല്ലോ. എനിക്ക് ഈ പോയിന്റ് കൂടുതൽ മനസ്സിലായി, നിനക്കകത്ത് മനസ്സിലായിട്ടില്ല. അപ്പം ആ ഭാഗം തിരുത്തണം. അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇതിനൊരു മൊത്തത്തിലൊരു പാകത, ഒരു ലിമിറ്റേഷൻ എന്നുള്ളത് വയ്ക്കാൻ തയ്യാറാണ്. വരച്ച വരയൊന്നുമല്ല അവിടെ, അങ്ങനെ വരയ്ക്കല്ല വേണ്ടത്. അവർക്ക് സെൽഫ് ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക സ്വഭാവവിശേഷം ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്. സ്വയം അവർക്ക് വരയ്ക്കാൻ.
ഞാൻ ഇത്തരത്തിൽ പെരുമാറിക്കൂടാ എന്ന ബോധ്യത്തിലേക്ക് അവരെ ഉയർത്താൻ അച്ഛനമ്മമാരോ സമൂഹത്തിനും കുറ്റമായിട്ട് കാര്യമില്ല, അച്ഛനമ്മമാർ തന്നെ അതിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടുള്ളൂ, അല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ 60 പെൺകുട്ടികൾ ആലോചിക്കണം നമ്മളുടെ എല്ലാവരുടെയും വംശത്തിൻ്റെ മുത്തശ്ശിമാരാണ്. അപ്പോൾ അവരിൽ നിന്നുണ്ടായ സ്വഭാവം ചെറിയ തരത്തിലെങ്കിലും ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഈ 60-70% സ്ത്രീകൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണെന്ന്. അപ്പോൾ 30% ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും, മാന്യമായിട്ടല്ലാതെ. മാന്യം എന്ന് വെച്ചാൽ എന്താ, ബഹുമാന്യം, റെസ്പെക്റ്റബിൾ രീതിയിലുള്ള ജീവിതം. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് മറ്റുള്ളവരാണെന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ പെൺകുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവനവനല്ല അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ. പ്രത്യേകിച്ചും സ്ത്രീകളുടെ സ്വഭാവത്തിനെ സമൂഹമാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടവരെ ജീവിക്കുമ്പോൾ നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്നത് നിങ്ങളാൽ മാത്രമാണ്. അത് മറ്റുള്ളവരാൽ ബഹുമാന്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ചിന്താ ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത് കൊടുക്കണം. അവിടെ കഴിഞ്ഞു നമ്മളുടെ ടാസ്ക്, അവിടെ അവസാനിച്ചു നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. കൃത്യം പറഞ്ഞാൽ 11,000 കുട്ടികൾക്ക് ശേഷമാണ് ദക്ഷൻ ഈ 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചത്. നമ്മൾ ആ കഥ കേട്ടുമല്ലോ എന്നല്ലേ. അപ്പോൾ ആ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ദക്ഷന് ചില നോസ് ആൻഡ് യെസ് ഉണ്ടായിരിക്കും. തീർച്ചയായും ചില ഡൂസ് ആൻഡ് ഡോൺസ് ദക്ഷൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിൽ ദക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ ഊഹിക്കേണ്ടത്. ആ ഡൂസ് ആൻഡ് ഡോൺസ് വേണം. അതിപ്പോൾ ആണുങ്ങളുടെ ജീവിതത്തിലും വേണം, പെണ്ണുങ്ങളുടെ ജീവിതത്തിലും വേണം. ഇവിടെ സമഭാവന എപ്പോഴാണ് നേടിയെടുക്കാൻ സാധിക്കുക? ഈ പ്ലക്കാർഡുകളെ കൊണ്ടോ ബാനറുകളെ കൊണ്ടോ മുദ്രാവാക്യം വിളികളെ കൊണ്ടോ പുരുഷന്മാരെ അസഭ്യം പറഞ്ഞുകൊണ്ടോ അല്ലാതെ എങ്ങനെ താൻ ബഹുമാനിയാവണം? താൻ ബഹുമാനിയാവേണ്ടത് സെൽഫ് ജസ്റ്റിസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സ്വയം ഒരു വിധി, ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഒരു സെൽഫ് പ്രൊമോഷൻ, ഒരു സെൽഫ് അവയർനെസ്, ഇതെല്ലാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വേണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. 13 പേരെ വിവാഹം ചെയ്തു എന്നാണ്, 27 പേരെ വിവാഹം ചെയ്തു എന്നാണ്. ഒരു ടീച്ചറുടെ ക്ലാസ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. VT ഭട്ടതിരിപ്പാടിൻ്റെ കാലഘട്ടത്തിൽ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾ എന്തായിരുന്നു? അനാചാരങ്ങൾ 1, 2, 3 വിവാഹം ചെയ്യുക, പോളിഗാമി. അപ്പോൾ അത് ശാരീരിക സുഖത്തിന് വേണ്ടിയായിരുന്നു എന്ന് ടീച്ചർ ക്ലാസ്സിലൊക്കെ. എന്നിട്ട് വലിച്ചെറിയും എന്നാണ്. എവിടെയാണ് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, പോലീസ് കംപ്ലൈൻറ്റ് അക്കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അക്കാലത്ത് ചെയ്യാൻ ധൈര്യമില്ല എന്നാണ്. ഓക്കെ, ഞങ്ങളൊക്കെ നമ്പൂതിരിമാരാണ്, ബ്രാഹ്മണന്മാരാണ്. ഞങ്ങളുടെ മുത്തശ്ശിമാർക്ക് ഇല്ലത്തെ തേവാരം പിന്നെ കുട്ടികളുടെ വളർച്ച, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധരേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ 3, 4 തലമുറയായിട്ട് നമ്പൂതിരിമാർ സുഖിച്ചു എന്നാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നമ്പൂതിരിമാർ സുഖമായി ജീവിച്ച് വേണ്ടുവോളം ഭാര്യാത്വം, വേണ്ടുവോളം ധനം, വേണ്ടുവോളം എന്താ പറയുക പേര്, ഇങ്ങനെ ജീവിച്ച് മരിച്ച ഒരു നമ്പൂതിരിയെ എനിക്കൊന്ന് പേരെടുത്ത് പറഞ്ഞു തരാമോ? നമ്മൾ പഠിപ്പിക്കണം. നോക്കി നോക്കൂ. പോളിഗാമി എന്നുള്ളത് വാസ്തവത്തിൽ നമുക്കല്ല, ബ്രാഹ്മണന്മാർക്കില്ല. ബ്രാഹ്മണന്മാർ ആരും ഒരാളെ ഒഴിവാക്കിയിട്ടല്ല വേറൊരാളെ വിവാഹം ചെയ്യുന്നത്. മൈൻഡ് ഇറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്ലീസ് മൈൻഡ് ഇറ്റ്. ബ്രാഹ്മണന്മാർ വിവാഹം ചെയ്തതൊക്കെ വിവാഹവിധി പ്രകാരം കൈപിടിച്ചുകൊണ്ട് തന്നെയാണ്. അഗ്നിസാക്ഷിയായി പത്നിയാക്കിക്കൊണ്ടാണ് ബ്രാഹ്മണന്മാർ വിവാഹം ചെയ്തിരുന്നത്. പിന്നെ എക്സ്ട്രാ മാരിറ്റൽ പല കാലഘട്ടങ്ങളിൽ പലതിനെ കൊണ്ട് സംഭവിച്ചിരുന്ന ഒരു സ്വഭാവവിശേഷമാണ്. ഒക്കെ ഉണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് എന്താ പറയുക വൺ സൈഡായിട്ട് സംസാരിക്കല്ല. പക്ഷെ മനസ്സിലാക്കണം, ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രമാണോ ഇതുണ്ടായിരുന്നത് എന്നുള്ളതൊന്ന് ചികഞ്ഞു നോക്കണം. എന്നിട്ട് കാര്യങ്ങളെ പഠിക്കാൻ തയ്യാറാവണം. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചാൽ ഭാവിയിൽ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ വിചാരം എന്തായിരിക്കും?
ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരൊന്നും എന്താ അവർ വിചാരിക്കുന്നത്? അപ്പോൾ ഇത് നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ തീർച്ചയായിട്ടും അജണ്ടയിൽ പെട്ടതായിരിക്കും. അതൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഇത് സംഭവിക്കാനും പോണില്ല അവരുദ്ദേശിച്ചത്. ഇപ്പം വീട്ടി ഭട്ടതിരിപ്പാട് എന്ന ഒറ്റ മഹാനെ നമ്പൂതിരി സമുദായത്തിലുണ്ടായിട്ടുള്ളൂ. എൻ്റെ ചോദ്യം, എന്താ പൂന്താനത്തിനും മേൽപ്പത്തൂരിനും ആ സ്ഥാനമില്ലാത്തത്? ചെറുശ്ശേരി വീട്ടി ഭട്ടതിരിപ്പാട് മാത്രമേ ഉള്ളൂ. പൂന്താനം മഹാകവി, മേൽപ്പത്തൂര് മഹാജ്ഞാനി, ചെറുശ്ശേരി ഭക്തൻ. എത്ര 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 ഗംഭീരന്മാരുണ്ടായിട്ടുണ്ട് ഇവിടെ, വേദപണ്ഡിതന്മാരും മറ്റുമായിട്ട്. എന്തേ അവരൊന്നും നമ്പൂതിരിമാരല്ലേ? അവരുടേതൊന്നും അറിവായിരുന്നില്ലേ? അവർ പരിഷ്കാരം ചെയ്തിട്ടില്ലേ ഈ മേഖലയിൽ? അപ്പോൾ ഇതാണ് നമ്മുടെ കുഴപ്പം നടത്തുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. ഇതിൻ്റെ ഒരു പരാമർശം നടത്തിയത് മനഃപൂർവ്വമാണ്. കാരണം നമ്മളുടെ ഈ ജസ്റ്റിസോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബാലൻസിങ് വളരെ അപകടകരമായിട്ടുള്ള ബാലൻസിങ്ങാണ്, കമ്മ്യൂണൽ ബാലൻസിങ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. അപ്പോൾ സ്ത്രീത്വത്തിനെ കുറിച്ചിട്ടുള്ള ബാലൻസിങ്ങിലും ഈ ഒരു അപകടം വരുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളെപ്പോഴും സുരക്ഷിതരാവണം, പുരുഷന്മാർ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മാനദണ്ഡത്തിലേക്ക് അത് മാറുന്നുണ്ട് പലപ്പോഴും. അതങ്ങനെയല്ലല്ലോ വേണ്ടത്. എല്ലാ വിഭാഗത്തിനും സംരക്ഷണം വേണമല്ലോ. വാസ്തവത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലായി പല അഡീഷണൽ സംരക്ഷണങ്ങളും തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. സമൂഹത്തിൻ്റെ എന്താ പറയുക, ദുഷ്പ്രവണതകളിലൂടെ ജീവിക്കുമ്പോൾ സ്ത്രീക്ക് തീർച്ചയായിട്ടും ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. പക്ഷെ അവിടെ ആവശ്യം എന്താണെന്ന് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടോ? വാസ്തവത്തിൽ ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പെൺകുട്ടികളോട് എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അവർ ഏതാണ് ഡൂസ് എന്താണ് ഡോൺസ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് ധൈര്യമുണ്ടോ? തീർത്തും പ്രതികരിക്കാത്ത വർഗമായിട്ടുള്ള നമ്പൂതിരിമാർ ബ്രാഹ്മണന്മാരെ കുറിച്ച് മെക്കെട്ട് കയറി അവരെക്കുറിച്ച് ഇങ്ങനെ പരാമർശം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ പെൺകുട്ടികളുടെ ജീവിതശൈലി. ഇപ്പോൾ 2 ദിവസം മുമ്പേ എറണാകുളത്ത് 3 പേരെ പിടികൂടി മയക്കുമരുന്നായിട്ട്. അതിലൊന്ന് പെൺകുട്ടിയാണ്. എപ്പോൾ നോക്കിയാലും 4 ആണ്, 1 പെണ്ണ്. ഇങ്ങനെയാണ് ഈ ഇത്തരം കേസുകളിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് പോലീസിനോട് ചോദിക്കാം, എന്തുകൊണ്ട് അവിടെ ഒരു സ്ത്രീ വരുന്നു? അപ്പോൾ ക്രൈം ചെയ്യുന്ന ഘട്ടങ്ങളിൽ അവിടെ സ്ത്രീ അല്ല എന്നാണോ? അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മാതൃത്വം, സഹോദരിത്വം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ദക്ഷൻ്റെ കുട്ടികൾ വളരെ ഡീസൻ്റായി 60 പേരും ദക്ഷൻ പറഞ്ഞു പഠിപ്പിച്ചു അവരെ സെൽഫ് ജസ്റ്റിസ്, സെൽഫ് പ്രൊട്ടക്ഷൻ, സെൽഫ് റെസ്പെക്റ്റ് ഇതെങ്ങനെ നിലനിർത്തണം. അവനവൻ അത് നിലനിർത്തുമ്പോൾ സമൂഹം അത് നമുക്ക് നൽകും. കാരണം അത് നൽകിയിട്ട് ഗുണമുള്ള ആളാണ്. കാരണം അയാളുടെ കയ്യിലുള്ളതാ. അപ്പോൾ അയാൾക്ക് അതിൻ്റെ വില അറിയാം. ബഹുമാനം സ്വയമില്ലാത്തവന് ബഹുമാനം കൊടുത്താൽ അവന് ബഹുമാനത്തിൻ്റെ വില അറിയില്ല. പത്മശ്രീ അവാർഡ് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുള്ള ഒരാൾക്ക് കൊടുത്താലത്തെ അവസ്ഥ എന്താ? എനിക്ക് ഇതൊന്നും യോഗ്യതയില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ അവാർഡ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ അവാർഡിൻ്റെ ശോഭ പോയില്ലേ? എന്നതുപോലെ ബഹുമാനം എന്ന വസ്തുത സ്വയമുള്ള ആളുകൾക്ക് ബഹുമാനം കൊടുക്കാവൂ. അപ്പോൾ ആൾക്ക് ആ ബഹുമാനം എന്ന പ്രതിഭാസത്തിൻ്റെ വില അറിയാം. ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 60 പെൺകുട്ടികളിൽ നിന്നാണ് നമ്മളുടെ ഈ സമൂഹം വളർച്ച പ്രാപിച്ചിട്ടുള്ളത്, ദക്ഷൻ്റെ. അതിനുശേഷം ഇവിടെ വിശ്വരൂപൻ്റെ കഥ പറയേണ്ട ഭട്ടതിരിപ്പാട് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. നാരായണ കവചം വരെയുള്ള ഭാഗങ്ങൾ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. വിശ്വരൂപൻ ത്വഷ്ടാവ് എന്ന ദേവന് രചന എന്ന അസുര സ്ത്രീയിലുണ്ടായ കുട്ടിയായിരുന്നു. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, സന്നിവേശൻ, വിശ്വരൂപൻ. വിശ്വരൂപൻ മൂത്ത ആൾ. അദ്ദേഹം ലേശം ദേവാംശം കൂടുതലുള്ള ആളായിരുന്നു. കാരണം ത്വഷ്ടാവിൻ്റെ 12 ആദിത്യന്മാരിൽ പ്രമുഖനായിട്ടുള്ള ആളാണ് ത്വഷ്ടാവ്, 12 ആദിത്യന്മാരിൽ. അതൊരു ത്വഷ്ടാവിൻ്റെ ഭാര്യ രചനയായിരുന്നു. അതായത് ആദ്യത്തെ ഒളിച്ചോട്ട വിവാഹമായിരിക്കണം അവരുടെ. ആ രചനയിൽ അവർക്ക് സന്നിവേശൻ, വിശ്വരൂപൻ എന്ന 2 കുട്ടികളുണ്ടായി. അപ്പോൾ അതിൽ സന്നിവേശൻ അമ്മാമ്മമാരുടെ സ്വഭാവം കൂടുതലുള്ള ആളും
വിശ്വരൂപൻ അച്ഛൻ്റെ സ്വഭാവം കൂടുതൽ ഉള്ള ആളായിരുന്നു. ഒരാൾ ദേവാംശം, മറ്റൊരാൾ അസുരാംശം എന്നർത്ഥം. ഈ വിശ്വരൂപനെ ഒരിക്കൽ ദേവേന്ദ്രൻ സ്വന്തം ഗുരുവായിട്ട് അവരോധിച്ചു. കാരണം ബൃഹസ്പതി വരണ സമയത്ത് ദേവേന്ദ്രൻ നല്ല ഉല്ലസിച്ചിരിക്കുകയായിരുന്നു. അമൃതമൊക്കെ കുടിച്ച് ഉർവശിയുടെ ഡാൻസും കണ്ടുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഗുരുനാഥൻ വന്നത്. അപ്പോൾ ഈ ഗുരുനാഥന്മാർക്ക് വരാനൊരു ടൈമിങ് വെച്ചുകൂടെ എന്നുള്ളിൽ തോന്നി അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഗുരുനാഥന്മാരെ എത്ര അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടാലും അപ്പോൾ പൂജിച്ച് സ്വീകരിക്കണം. അതാണ് നിയമം. അതെവിടെ വെച്ച് കണ്ടാലും ശരി. ഇത് പെട്ടെന്ന് തൻ്റെ ഗൃഹത്തിലേക്ക് കയറി വന്ന ഗുരുനാഥനോട് ഈർഷ്യയോടെയുള്ളൊരു സ്വീകാരം ആണുണ്ടായത്. സ്വീകാരം ഉണ്ടായൂല. സ്വീകരിക്കാൻ വേണ്ടി കൂടെ എഴുന്നേറ്റു തലയിൽ ചെന്ന്, ഈ കാർന്നവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ, ഇത് ഡാൻസ് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എന്നുള്ളിൽ തോന്നി. അത് ബൃഹസ്പതിക്ക് മനസ്സിലായി. ബുദ്ധിയുടെ ദേവതയാണ് ബൃഹസ്പതി. നിനക്ക് എന്നോട് വേണ്ട എന്നാണ്, എന്നെ കാണുമ്പോൾ നിനക്ക് ഇറിറ്റേഷൻ ആണെങ്കിൽ എനിക്ക് നിന്നെ കാണുമ്പോൾ ഇറിറ്റേഷനാണ് തീരുമാനിച്ചു അദ്ദേഹം. തിരസ്കരിണി എന്ന മന്ത്രം കൊണ്ട് അദ്ദേഹം അന്തർധാനം ചെയ്തു. അപ്പോൾ ഗുരുത്വമില്ലാത്ത സ്വർഗലോകത്തെ അസുരന്മാർ കീഴടക്കി. അപ്പോൾ ദേവേന്ദ്രൻ നേരെ ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞത് പ്രകാരമാണ്, ബ്രഹ്മാവ് പറഞ്ഞത് പ്രകാരം നാരായണ കവച മന്ത്രം സിദ്ധി വരുത്തിയ വിശ്വരൂപനെ ഗുരുനാഥനായിട്ട് അവരോധിച്ചത്. ഈ വിശ്വരൂപൻ നാരായണ കവച മന്ത്രം ആദ്യം ഉപദേശിക്കുകയും ചെയ്തു ദേവേന്ദ്രനെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മന്ത്രം. അത് ഓരോ അംഗപ്രത്യംഗങ്ങളിൽ ഭഗവാനെ ന്യസിച്ച്, ഓരോ അക്ഷരങ്ങളെ കൊണ്ട് ന്യസിച്ച് നാരായണൻ ആയിട്ടുള്ള കവചം സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ മന്ത്രത്തെ ഉപാസിക്കാൻ. നാരായണൻ്റെ കവചമല്ല, നാരായണനാകുന്ന കവചം. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തി, ജലത്തിൽ മത്സ്യമൂർത്തി. യാദോ ഗണേഭ്യോ വരുണസ്യ ഭാഷാൽ സ്ഥലേഷു മായാവടു വാമനോവ്യാൽ, സ്ഥലത്തിൽ വാമനൻ. ത്രിവിക്രമ ഖേവതു വിശ്വരൂപ, വിരാട് സ്വരൂപിയായ ത്രിവിക്രമൻ എന്നെ ആകാശത്തിൽ. എന്നിങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോരുത്തരെ ധ്യാനിക്കാനുള്ള അല്ലെങ്കിൽ ന്യസിക്കാനുള്ള സിദ്ധിയോടുകൂടിയ മന്ത്രമാണ് നാരായണ കവച മന്ത്രം. ഇത് നിങ്ങൾ സ്തോത്രമായിട്ട് ഉപാസിക്കുമ്പോൾ കുഴപ്പമില്ല, ദിവസേന. മന്ത്രമായിട്ട് ദിവസേന ഉപാസിക്കരുത്. അത് നിങ്ങളുടെ ശരീരം താങ്ങുകയില്ല. അപ്പോൾ അത് ബോഡി ഹീറ്റ് കൂടും, പ്രശ്നമാവും. ഓംകാരം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഹരിർവിദധ്യാന്മമ എന്ന് തുടങ്ങിക്കോളൂ. ബാക്കി ഭാഗങ്ങളൊന്നും വായിക്കരുത്. കേവലം ഹരിർവിദധ്യാന്മമ എന്ന് തുടങ്ങി ആ വിദിക്ഷുദിക്ഷൂർധ്വമധ സമന്താത് അന്തർബഹിർ ഭഗവാൻ നാരസിംഹ പ്രഹാവയൻ ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്ത സമസ്തതേജാഹ എന്ന് വരെയുള്ള ഭാഗം ഉപാസിക്കാം. അതും ഓങ്കാരം കൂട്ടാതെ അത് ദിവസേന പാരായണം ചെയ്താൽ കുഴപ്പമില്ല. ആദ്യം മുതൽക്ക് നിങ്ങളുടെ ഈ ഓങ്കാരം വരെയുള്ള ഭാഗങ്ങൾ വായിക്കരുത്. കാരണം അത് ന്യാസത്തെക്കുറിച്ച് പറയണം. ആ ന്യാസമൊന്നും ദിവസേന പറയരുത്, പറയാൻ തന്നെ പാടില്ല. മന്ത്രോപചാരമായി തീരും അതല്ല. അപ്പം നിങ്ങൾ ഉപാസിക്കുമ്പോൾ ഇത്രയും സ്തോത്രം മാത്രം ഉപാസിച്ചാൽ മതി. ആ കഥകളൊക്കെയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഇന്നത്തെ ശ്ലോകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഷട്ട്യാതോ ദുഹിതൃഭി സൃജത കുലൗഘാൻ. ഷട്ട്യ 60 തതോ ദുഹിതൃഭി സൃജത കുലൗഘാൻ. കുലൗഘം എന്ന് വെച്ചാൽ കുലക്കൂട്ടം എന്നർത്ഥം. കുലങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. ആ 60 ദുഹിതൃഭി, ദുഹിതാവ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. ആ പെൺകുട്ടികളിൽ നിന്ന്, അതായത് തൻ്റെ കുട്ടി, തനിക്കുണ്ടായിട്ടുള്ള പെൺകുട്ടി, മകൾ എന്നർത്ഥം. അപ്പം മകളിൽ നിന്ന്, മകളുമാരിൽ നിന്നാണ് ഈ ഷട്ട്യ തതോ അതിനുശേഷം, തഥാ അതിനുശേഷം കുലൗഘാൻ കുലക്കൂട്ടങ്ങളെ, അതായത് 60 കുലങ്ങളെ അങ്ങോട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. ദൗഹിത്രസൂനുരഥതസ്യ സ വിശ്വരൂപ. സ്ട്രൈറ്റ് ആയിട്ട് പിന്നെ കിടക്കുകയാണ് വിശ്വരൂപൻ്റെ കഥയിലേക്ക് ഭട്ടതിരിപ്പാട്. അതാണ് ഞാൻ നേരത്തെ പറയാൻ കാരണം. അതിൽ അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ പൗത്രൻ ആണ് വിശ്വരൂപൻ. ദൗഹിത്രസൂനു, ത്വഷ്ടാവിൻ്റെ പുത്രൻ എന്നർത്ഥം. ഈ ആദ്യത്തെ 2 പത്നിമാര് അതിഥി പുത്രന്മാർ ആദിത്യന്മാർ 33 കോടി, ദിതിപുത്രന്മാർ ദൈത്യന്മാർ അസുരന്മാർ 66 കോടി. അപ്പോൾ ആ കഥയിലൂടെയാണ് പോയി വരണത്. ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപ. അദ്ദേഹത്തിന് പൗത്രന്റെ മകനായി വിശ്വരൂപൻ ഉണ്ടായി, ദക്ഷന്.
ത്വൽ സ്തോത്രവർമ്മിതമജാപയതിന്ദ്രമാര്യു. ഇന്ദ്രന് യുദ്ധത്തിൽ ത്വൽ സ്തോത്രവർമ്മിതം, ഗുരുവായൂരപ്പ അവിടുത്തെ സ്തോത്രത്താൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ സ്തോത്രത്തോടു കൂടിയ വർമ്മിതം, രക്ഷ ചെയ്ത, സ്തോത്രം കൊണ്ട് രക്ഷിക്കപ്പെടുന്ന സ്തോത്രം, നാരായണ കവചം എന്നർത്ഥം. ത്വൽ സ്തോത്ര വർമ്മിതം അജാപയൽ, ജപിപ്പിച്ചു വിശ്വരൂപൻ. ആരെ കൊണ്ട്? ഇന്ദ്രനെ കൊണ്ട്. അജാപയതിന്ദ്രമാര്യു, യുദ്ധത്തിൽ ഇന്ദ്രനെ കൊണ്ട്. യുദ്ധം എന്ന് വെച്ചാൽ യുദ്ധഘട്ടം എന്നർത്ഥമുള്ളൂ കേട്ടോ. ആ യുദ്ധഘട്ടത്തിൽ ഇതാ ഇന്ദ്രനെ കൊണ്ട് ജപിപ്പിച്ചു. ആ സ്തോത്രം കൊണ്ട് രക്ഷ ചെയ്ത് ഇന്ദ്രനെ കൊണ്ട് ജപിപ്പിച്ചു, ജയിപ്പിക്കുകയും ചെയ്തു. ദേവത്വദീയ മഹിമാ ഖലു സർവജയിത്ര, ദേവതനെ ജയിപ്പിക്കുകയും ചെയ്തു. അല്ലയോ ഗുരുവായൂരപ്പ, ത്വദീയ മഹിമ, അവിടുത്തെ മഹിമ, ഖലു സർവജയിത്ര, അവിടുത്തെ മഹാത്മ്യം എല്ലാ ദിക്കിലും വിജയം നേടുന്നതാണല്ലോ. ഹരികഥയേക്കാൾ വിജയം മറ്റെന്തിനാ ഉള്ളതെന്ന് ചോദ്യം. കാരണം പോഷണം എന്നുള്ള ലീല തന്നെയാണ്. അപ്പോൾ നാമജപ മാഹാത്മ്യത്തെക്കാൾ മാഹാത്മ്യമുള്ള മറ്റൊരു ഉപാസനാ മാർഗം ഏതാണെന്നുള്ള ചോദ്യമാണത്. ത്വൻ മഹിമ ത്വദീയ മഹിമ ഖലു സർവജയിത്ര, എവിടെയും ജയിക്കാൻ, ഏത് പാപങ്ങളെ ജയിക്കാനും, ഏത് ദുരിതങ്ങളെ ജയിക്കാനും, ഏത് ദുരനുഭവങ്ങളെ ജയിക്കാനും ഇതാ അവിടുത്തെ മഹിമ പോലെ, അവിടുത്തെ നാമജപം പോലെ സർവജയിത്രമായ എല്ലാ ദിക്കിലും വിജയം നേടിത്തരുന്ന സ്വഭാവത്തോടു കൂടിയ ഒരു പ്രസ്ഥാനം മറ്റെന്താണ് ഉള്ളതെന്ന് ചോദിക്കണം. നാരായണ കവചമന്ത്രത്തിൻ്റെ മഹാത്മ്യം കൂടി അവിടെ സൂചിപ്പിക്കുകയാണ്. നരസിംഹമൂർത്തിയാണ് അവിടെ പ്രധാനമായിട്ട് ഉപാസിക്കുന്നത്. അതുകൊണ്ടാണ് അത് ദിവസേന ഇങ്ങനെ ന്യാസം ചെയ്ത് പാരായണം ചെയ്തതെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. വിദിക്ഷു ദിക്ഷു ഊർധ്വം അധഃ സമന്താൽ അന്തർബഹി ഭഗവാൻ നാരസിംഹ, 8 ദിക്കുകളിലും മുകളിലും ചോട്ടിലും അകത്തും പുറത്തും നാരസിംഹൻ, നരസിംഹമൂർത്തി സ്വതേജസാഗ്രസ്ത സമസ്ത തേജാഹ, തൻ്റെ പ്രകാശം കൊണ്ട്, തൻ്റെ തേജസ് കൊണ്ട് മറ്റെല്ലാ തേജസ്സുകളെയും നിഷ്പ്രഭമാക്കിയവൻ. ആ തൻ്റെ തേജസ്സുകളാൽ മറ്റെല്ലാ സൂര്യ തേജസ്സിനെ പോലും പിടിച്ചടക്കിയ സ്വഭാവത്തോടു കൂടിയവനാണ് നരസിംഹമൂർത്തി. ആ നരസിംഹമൂർത്തിയെ ഞാനിതാ ഉപാസിക്കുന്നു എന്നാണ് നാരായണ കവചമന്ത്രം. അപ്പം അതുകൊണ്ടാണ് അത് ദിവസേന ഉപാസനായോഗ്യമല്ല എന്ന് പറയാൻ പറ്റില്ല, ഉപാസന സ്തോത്രയോഗ്യമാണ്, അത്ര മതി, സ്തുതിയോഗ്യമാണ്. അപ്പോൾ ഓംന്ന് വിട്ട് ഹരിർ വിദധ്യാൻ മുതൽ വിദിക്ഷു ദിക്ഷുർധ്മത എന്ന ശ്ലോകം കഴിയുന്നത് വരെ പാരായണം ചെയ്താൽ മതി, ദിവസേന പാരായണം ചെയ്യുമ്പോൾ. മറ്റേത് ന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ന്യസിക്കുകയാണ്. അങ്ങനെ ന്യസിച്ചൊക്കെ ദിവസേന ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഹീറ്റ് താങ്ങാനുള്ള ശേഷി നമ്മുടെ സ്ഥൂല ശരീരത്തിനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ കാരണം. കുറച്ചൊരു അനുഭവത്തിൽ നിന്നുകൂടിയാണ് ഇത് പറയാൻ കാരണം. ഷട്ട്യാതോ ദുഹിതൃഭിസൃജതകുലൗഘാൻ, 60കളാൽ അവിടുത്തെ പെൺകുട്ടികളാൽ കുലൗഘങ്ങളെ സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിച്ചവനായി ദക്ഷൻ. സൃഷ്ടിച്ച ദക്ഷന് ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപ സൃജത തസ്യ, ദക്ഷന് ഇതാ വിശ്വരൂപൻ എന്ന പൗത്രന്റെ പുത്രനുണ്ടായി. ത്വൽ സ്തോത്രവർമ്മിതമജാപയതിന്ദ്രമാര്യോ, യുദ്ധത്തിൽ ഇന്ദ്രനെ കൊണ്ട് അവിടുത്തെ മന്ത്രം നാരായണ കവചം ജപിപ്പിച്ചു. ദേവത്വദീയ മഹിമാ ഖലു സർവജയിത്ര, അവിടുത്തെ മഹിമ എല്ലാ ദിക്കിലും ജയിക്കുന്നതാണല്ലോ. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.